മലപ്പുറം എടവണ്ണയിലെ റിദ്വാൻ വധക്കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് പോലീസിന്റെ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് കുടുംബം. അന്വേഷണത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. കൊലപാതകത്തിന് പിന്നിൽ ഉന്നതർക്ക് പങ്കുണ്ട്. റിദ്വാന്റെ ഫോണിൽ പോലീസിലെയും ഡാൻസ് ഓഫ് സംഘത്തിലെയും പലരുടെയും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നതായി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് റിദ്വാന്റെ പിതാവിന്റെ സഹോദരൻ മുജീബ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മലപ്പുറം എടവണ്ണയിലെ റിദാൻ ബാസിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് 2023 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തിയാകുന്നു. ക്രൈംബ്രാഞ്ച് കേസ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ കുടുംബം ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയ ഷാൻ മാത്രമല്ല, അതിന് പിന്നിൽ ഉന്നതരായ ചിലർക്ക് ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല PV അൻവർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡാൻസ് ഓഫ് സംഘവുമായി ബന്ധപ്പെട്ടും ഇതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ റിദാൻ ബാസിലിന്റെ ഫോണിൽ ചില രഹസ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ PV അൻവർ ഉന്നയിച്ചിരുന്നു. ഈ കേസിനകത്ത് കൃത്യമായ അന്വേഷണം വേണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. കൊലപാതകം നടന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും പക്ഷേ ഈ ആരോപണങ്ങളിലൊന്നും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലൊന്നും ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റിദ്വാൻ ബാസിലിന്റെ പിതാവിന്റെ സഹോദരൻ മുജീബ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കേസ് വന്നതിന് ശേഷം അന്ന് നമ്മൾ പറഞ്ഞ അന്ന് ഉന്നയിച്ച ആ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഇല്ല, ഇപ്പോഴും നമുക്കൊന്നും ഇതുവരെ ഒരു സംഭവത്തിലും അതിന്റെ ഒരു വ്യക്തത വന്നിട്ടുമില്ല. ഇപ്പം ക്രൈംബ്രാഞ്ച് വന്നു, അന്വേഷണം നടത്തി എന്നല്ലാതെ അതിന്റെ പിന്നിൽ നമ്മൾ പറയുന്ന ആളുകളെ ഒക്കെ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ അവർക്ക് വ്യക്തത ആയിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതല്ല. ഇത് ശരിക്കും പറയാച്ചെങ്കിൽ പോലീസ് കളിച്ചൊരു ഗെയിമാണ്. അവർ കോടതിയിൽ പോവുകയും ഇതിൽ പുതിയ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ഫോൺ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് രണ്ടാമത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മൾ സത്യസന്ധമായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എങ്കിലും പിന്നീട് ഒരു വിവരവും നമുക്ക് ലഭ്യമല്ല. ശരിക്ക് നമ്മൾ ഇപ്പോഴും അതിൻ്റെ അന്വേഷണത്തിലാണ് എന്ന് വിളിക്കുമ്പോൾ അവർ പറയാമെന്നല്ലാതെ ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. അതേപോലെ നമ്മൾ ഉറച്ചു പറയുന്നു ഷാൻ മാത്രമല്ല ഇതിന്റെ പിന്നിൽ ആളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, പല തവണകൾ പറഞ്ഞു. ഈ കേരള പോലീസിന് പല കേസുകളും തെളിയിച്ച പോലീസ് ഇത്രയും മോശമായ ഒരു സംഭവത്തിലാണ് നമുക്കിപ്പം പോലീസിനെയൊക്കെ നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഒരു വെടിവെച്ച ഒരാളെ കൊന്നിട്ട് 90 ദിവസം കറക്റ്റായ ആ ദിവസം തന്നെ ആള് പുറത്തിറങ്ങി. അന്ന് നമ്മളോട് CIM SP ഒക്കെ പറഞ്ഞ എന്താണ്, ഒരിക്കലും അവൻ വെളിച്ചം കാണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫലിപ്പിച്ചു തന്നപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും ഇവിടെ മനുഷ്യനൊന്നും ഒരു വിലയില്ല എന്നുള്ളത് സത്യസന്ധമാണ്. ആ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഫോണിനകത്ത് രഹസ്യങ്ങളേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ പോലീസ് സംഘം വരെ, അതായത് ഡാൻസ് ആപ്പ് മുതൽച്ച് പല ആളുകൾ ഉന്നതന്മാർ അതിൽ ഉണ്ട്. അത് എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പം കുടുംബം തൃപ്തരാണ് അല്ല. ഇതിലിപ്പം ഇനി ഏതെങ്കിലും മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. നമ്മൾ അന്നും പറഞ്ഞത് CBI അന്വേഷിക്കണം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ക്രൈംബ്രാഞ്ച് കൊടുക്കണമെന്നൊന്നും നമ്മൾ പറഞ്ഞല്ല. ഇതിൽ പിന്നിൽ നല്ല ആളുകളുണ്ട്, അതിൽ പല ഉന്നതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം തെളിയാതെ പോകുന്നത്. ഈ ഫോൺ കണ്ടെത്താൻ കഴിയാത്തതും ഈ റിദ്വാന്റെ കൊലപാതകം ഒക്കെ തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. ഇതിന് പിന്നിൽ ഉന്നത സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം ഉള്ളത്. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, മലപ്പുറം. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിശദാംശങ്ങളുമായി. ജംഷീർ, രാജിവെച്ച SIN ശ്രീജിത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ ഡാൻസ് ഓഫിന്റെ നടപടികളിലെ ദുരൂഹത കൂടുതൽ ശക്തമായത്. അർത്ഥത്തിലാണ് റിദാൻ ബാസിലിന്റെ തിരോധാനം, റിദാൻ ബാസിലിന്റെ സംഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് ഈ അന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതി? ക്രൈംബ്രാഞ്ചിന് എത്ര കണ്ട് ഈ കേസന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്ന് കുടുംബം പറയുന്നത്? ഇനി കുടുംബത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്?
സൈഫു അമൃത, അതായത് ഈ കേസിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെടാതെയാണ് ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമായിരുന്നു. പക്ഷേ പിന്നീട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് നൽകുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയുമായി എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ്, അന്വേഷണ പുരോഗതിയെക്കുറിച്ചൊന്നും തന്നെ കുടുംബങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊരു കൃത്യമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ റിദാൻ ബാസിലിൻ്റെ ഫോണിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ, അതായത് പോലീസിലെയും ഡാൻസ് ഓഫ് സംഘങ്ങളിലെയും ഉന്നതരുടെ പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണങ്ങൾ വന്നതാണ്. അതിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. PV അൻവർ ഉൾപ്പെടെയുള്ളവർ അക്കാര്യമാണ് പറഞ്ഞത്. ഈ ഫോൺ ലഭിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഫോണിലെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് റിദാൻ ബാസിലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിപ്പോൾ ഏതാണ്ട് 1 വർഷം തികയുകയാണ്. പക്ഷേ അതിനകത്തൊരു കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 2023 ഏപ്രിൽ 21 രാത്രിയാണ് റിദാൻ ബാസിൽ കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിൽ റിദാൻ ബാസിലിനെ കൊലപാതകത്തിന് കൂട്ടിക്കൊണ്ടുപോയ ഷാൻ അതോടൊപ്പം തന്നെ 8 പേരുമാണ് അറസ്റ്റിലായിരുന്നത്. കുടുംബം പറയുന്നത് ഷാൻ മാത്രമല്ല, ഇതിനകത്ത് ഉന്നതരായ ആളുകളുണ്ട്, പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ റിദാൻ ബാസിലിൻ്റെ ഫോൺ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. ഐഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് പുഴയിൽ എറിഞ്ഞു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യം ഒരു ഫോൺ കണ്ടെത്തി, അതാണ് റിദാൻ ബാസിലിൻ്റെ ഫോണെന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. കുടുംബം അതല്ലെന്ന് പറഞ്ഞു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടത്തില്ല എന്നുള്ളതാണ്. ഐഫോൺ കാണാതെ പോയാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.